വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. നമുക്ക് ജീവിതത്തിൽ വലിയ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. നല്ല ജോലി വേണം, നല്ല സമ്പത്ത് വേണം, നല്ല ആരോഗ്യം വേണം, നല്ല സൗന്ദര്യം വേണം, ജീവിതത്തിൽ ഉയർച്ച വേണം, അതെല്ലാം നാം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ വളരെ തടിയുള്ള ആളുകൾ ആഗ്രഹിക്കും എൻ്റെ തടി കുറയണമെന്ന്. പണമില്ലാത്തവർ ആഗ്രഹിക്കും എനിക്ക് പണം വേണമെന്ന്. നല്ല ജോലി ഇല്ലാത്തവർ ആഗ്രഹിക്കും എനിക്ക് നല്ല ജോലി വേണമെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേഞ്ച് വേണം ജീവിതത്തിൽ, അല്ലേ? ശരിയല്ലേ? എന്തെങ്കിലും ചേഞ്ച് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് ചേഞ്ച് വേണം, പക്ഷേ എന്ത് ചേഞ്ചാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുന്നത്? നാം എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം അതാണ്. ഞാൻ എന്ത് ചേഞ്ചാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? ഈ മാസ്റ്റർ കീ സിസ്റ്റം എന്ന് പറയുന്നത് എ ഡോർ ടു ഓർ കീ ടു ഓപ്പൺ ദ കോസ്മിക് ഇൻ്റലിജൻസ്. കോസ്മിക് ഇൻ്റലിജൻസിലേക്ക് കടന്നു ചെല്ലുവാനുള്ള, എത്തപ്പെടുവാനുള്ള ഒരു ഡോറായിട്ട് അല്ലെങ്കിൽ കീ ആയിട്ടാണ് ദ മാസ്റ്റർ കീ സിസ്റ്റത്തെ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ കീ സിസ്റ്റത്തിലൂടെ തീർച്ചയായിട്ടും നമുക്ക് മാറ്റമുണ്ടാകുവാനും മാറ്റം വരുത്തുവാനും സാധിക്കും. അപ്പോൾ മാസ്റ്റർ കീ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പല പ്രകൃതി നിയമങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള, ലോ ഓഫ് ഗ്രോത്ത് പോലെയുള്ള, ലോ ഓഫ് അബണ്ടൻസ് പോലെയുള്ള, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പോലെയുള്ള, അല്ലെങ്കിൽ ലോ ഓഫ് വൈബ്രേഷൻ തുടങ്ങിയ ധാരാളം പ്രകൃതി നിയമങ്ങൾ, യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ മാസ്റ്റർ കീ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ എന്താണ് അടിസ്ഥാനപരമായി വേണ്ടത് എന്നുള്ളത്, അതിൻ്റെ തുടക്കം എന്ത് ആണ് എന്നുള്ളത് വളരെ ക്ലിയറായി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ റോണ്ട ബെൻ ആണെങ്കിലും, സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് ആണെങ്കിലും, അതുപോലെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും എല്ലാം പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ തോട്ട്സിനെ കുറിച്ചാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എസൻസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലവ്, രണ്ട് തോട്ട്സ്. നാം ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള സ്ട്രോങ് തോട്ട്സും സ്ട്രോങ് ഇമോഷനും കൊണ്ടുവരിക. അറ്റ് ദ സെയിം ടൈം ലവ്, സ്നേഹത്തോടെ ചിന്തിക്കുക, പാഷനേറ്റായി ചിന്തിക്കുക, കമ്പാഷനേറ്റായി ചിന്തിക്കുക, സ്നേഹത്തോടെ ചിന്തിക്കുക. അപ്പോൾ നാം ഒരു കാര്യത്തെ സ്നേഹിക്കുന്നു, അത് ശക്തമായി ആഗ്രഹിക്കുന്നു. ഞാൻ എന്താണോ ആകുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അതിനു വേണ്ടി ചിന്തിക്കുന്നു. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസും തോട്ട്സും ആണ് ശരിക്കും നമ്മുടെ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് ചേഞ്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ചേഞ്ചിന് വേണ്ടിയുള്ള ആക്ഷൻ ഉണ്ടാകാനായിട്ട് എൻ്റെ ശക്തമായിട്ടുള്ള ചിന്തകളും എൻ്റെ ശക്തമായിട്ടുള്ള പോസിറ്റീവ് ഇമോഷൻസും, അല്ലെങ്കിൽ ലോ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദയയുടെ അല്ലെങ്കിൽ കരുണയുടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ, എന്ത് പറഞ്ഞാലും സ്നേഹമാണ്. സ്നേഹത്തോടെ ചെയ്യുവാനായിട്ട്, ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തയോട് ശക്തമായിട്ടുള്ള സ്നേഹത്തിൻ്റെ വികാരം കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങളെ നേടുവാൻ സാധിക്കുന്നത്. നാം പലപ്പോഴും വീഡിയോകൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, പല മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയും ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം താൽക്കാലികമാണെന്ന് ഓർത്തിരിക്കുക. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ്, പുറത്തെ ലോകത്ത് നിന്ന് വരുന്നതാണ്, മറ്റുള്ളവർ പറയുന്നതാണ്, അല്ലെങ്കിൽ നാം കേൾക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആകുമായിരിക്കാം, പക്ഷേ ഇൻസ്പിറേഷനാണ് വേണ്ടത്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ ലവ് ആൻഡ് തോട്ട്സ്, സ്ട്രോങ് തോട്ട്സ് ഉണ്ടാകേണ്ടത്. നാം ശക്തമായി ചിന്തിക്കുമ്പോഴും, ശക്തമായി നാം ആഗ്രഹിക്കുമ്പോഴും, സ്നേഹത്തോടെ നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നു. നമുക്ക് സ്വന്തമായി ചെയ്യണമെന്നുള്ള തോന്നലുണ്ടാക്കുകയാണ്, എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നലുണ്ടാക്കുകയാണ്. എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ശക്തമായി ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് കുറഞ്ഞ സൗന്ദര്യമുള്ള ബോഡിയെ ഞാൻ സ്നേഹിക്കുമ്പോൾ, അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും ഞാൻ അത് ചെയ്യുമെന്നുള്ളതാണ് ഈ ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻസ്പിറേഷനാണ് നമുക്ക് വേണ്ടത്. മോട്ടിവേഷൻ സസ്റ്റൈനബിൾ അല്ല, ലോങ് ലാസ്റ്റിംഗ് ആയി നിലനിൽക്കുകയില്ല എന്നും നാം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് ധാരാളം ഉദാഹരണങ്ങൾ അതിനു വേണ്ടി പറയുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. നാം ഒരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്, ഗിയറുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ക്ലച്ചുണ്ട്, ബ്രേക്ക് എല്ലാം ഉണ്ട്. നാം ആക്സിലേറ്റർ മാത്രം ചവിട്ടി ഡ്രൈവിംഗ് ഹാൻഡിൽ പിടിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായും വാഹനം ഇടിച്ച് ക്രാഷാകുകയും നമുക്ക് വലിയ അപകടങ്ങൾ പറ്റുകയും ചെയ്യും. ഇനി സൈക്കിളിൻ്റെ ഉദാഹരണം നമുക്കെടുക്കാം. സൈക്കിളിൽ നാം പലപ്പോഴും സൈക്കിൾ ചവിട്ടാറുണ്ട്. സൈക്കിൾ കൈവിട്ട് നമുക്ക് ചവിട്ടുവാനായിട്ട് സാധിക്കും. അപ്പോൾ സൈക്കിൾ കൈവിട്ട് ചവിട്ടുമ്പോൾ, ശരിക്കും സൈക്കിൾ കൈവിട്ട് ചവിട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാകാറില്ല. പക്ഷേ സൈക്കിളിൻ്റെ ബെയറിങ്ങിന് അല്ലെങ്കിൽ സൈക്കിളിൻ്റെ സ്റ്റിയറിങ്ങിന്, ഹാൻഡിലിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നാം വീഴും. അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിക്കും യൂണിവേഴ്സുമായി കണക്റ്റ് ആകുമ്പോൾ നമുക്ക് ഫ്രീ ഫ്ലോ ആയി നമുക്ക് പോകുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ബിയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ഹാൻഡിൽ പിടിക്കാനുള്ള
ഈ സ്ട്രോങ് തോട്ട്സ് നമുക്കുണ്ടാകണം. ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ നാം മാറ്റുവാൻ സാധിക്കണം. ബെയറിങ് കംപ്ലൈൻ്റ് ആകുന്ന ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള തോട്ട്സിനെ മാറ്റി ഫോക്കസ്ഡായി മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. ഏത് മടിയും നമുക്ക് മാറ്റുവാൻ സാധിക്കും. തീവ്രമായ ആഗ്രഹവും ഒപ്പം അതിനെ സ്നേഹത്തിൽ കലർത്തി ചിന്തിക്കുവാൻ കഴിയുമ്പോൾ ഏത് മടിയെയും നമുക്ക് മറികടക്കുവാനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുവാനും സാധിക്കും. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ടോ, നാം ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ടോ, തോട്ട്സ് അൺനെസസറി ആയിട്ട് വരുന്നുണ്ടോ, നെഗറ്റീവായി വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഡ്രൈവിംഗ് ഹാൻഡിൽ പിടിക്കാതെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും. പക്ഷേ അത് യൂണിവേഴ്സിൻ്റെ സ്പിരിറ്റുമായി നമുക്ക് കണക്ട് ചെയ്യുവാൻ സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, മാസ്റ്റർ കീ എന്ന് പറയുന്നത് കോസ്മിക് ഇൻ്റലിജൻസുമായി കണക്ട് ചെയ്യുന്ന ഒരു അത്യപൂർവ അനുഭവമാണ്, അത്യപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നാം എപ്പോഴും ശ്രമിക്കേണ്ടത് ഈ കോസ്മിക് എനർജിയുമായി കണക്ട് ചെയ്യുവാൻ, കോസ്മിക് ഇൻ്റലിജൻസുമായി കണക്ട് ചെയ്യുവാനാണ്. ഈ പുസ്തകത്തിലൊക്കെയും പറഞ്ഞു വന്നത്, ഈ വീഡിയോയിലൊക്കെയും പറഞ്ഞു വന്നത് എങ്ങനെ അതിന് സാധിക്കും. ഈ പ്രകൃതി നിയമങ്ങളെ നാം പാലിക്കുമ്പോൾ നമുക്കത് സാധിക്കുമെന്നും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പോസിറ്റീവായ തോട്ട്സിലൂടെ സ്ട്രോങ് ഡിസയറിലൂടെ സ്നേഹത്തിലൂടെ നമുക്ക് അത് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മടി തീർച്ചയായും മാറട്ടെ, നമുക്ക് ലക്ഷ്യത്തിലേക്ക് നോക്കി മുന്നേറുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.